ഗായ്സ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ. പിന്നെ നമ്മൾ മേലാറ്റൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഒരുപാട് പേർക്ക് നമ്മളെ സ്ഥലമൊക്കെ കാണാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അടുക്ക് വെറുതെ ഒന്ന് പോകണൊരു വീഡിയോസും പിന്നെ അങ്ങോട്ടൊക്കെ ജസ്റ്റ് യാത്ര ചെയ്യണ വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. വണ്ടി വിളിച്ചിട്ടുണ്ട്. ഞാനും ഉമ്മയും ഇപ്പയും ഇക്കയും കുട്ടികളായിട്ട് പോണേ. അപ്പോൾ മുത്തുമണികളെ പട്ടിക്കാട് എത്തിയിട്ടുണ്ട് നമ്മൾ. പട്ടിക്കാട് ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമാണ് കേട്ടോ. ചുറ്റും പാടവും ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു പഴയ ഒരു നെസ്റ്റാൾജിയ ഫീലിങ്, ട്രാക്ടർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം. ഓട്ടോ പിടിച്ച് പോയതാട്ടോ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു തുണിക്കടി കയറി കേട്ടോ. ഒരു 6 മാസമായ കുട്ടിക്കുള്ള ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ അമ്മൂൻ്റെ കുട്ടിക്ക് കേട്ടോ, പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മളവിടെ ഒരുപാട് നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടോ. ഒരു വൈറ്റും ബ്ലാക്ക് അല്ല, ഒരു കോഫി കളറാട്ടോ. ഇതാട്ടോ എടുത്തത്. നല്ല രസമുള്ള സ്കേർട്ട് ഡ്രസ്സ് എടുത്തിട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ സെലക്ഷനാണ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ അഥവാ ഇനി അവിടെ പോയിട്ട് ഓര് തുറന്നു നോക്കില്ല. ആ ടൈമിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് റഫായിട്ട് ഇത് കാണിച്ചാൽ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, കുഴപ്പമില്ലാത്ത റേറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം എത്താനായിട്ടോ. ഈ ഒരു റോഡുണ്ടല്ലേ, ഇത് കാപ്പുവട്ടത്തൂർ ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകണം കേട്ടോ. അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ. ഒരു കുണ്ടോ കുഴിയോ ഒന്നുമില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയൊരു കാട് പോലെ. പിന്നെ ഇവിടെ കണ്ടോ എന്ത് രസമറിയ സ്ഥലം കാണാൻ. ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടോ, ചെറിയ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ ഏകദേശം മേലാറ്റൂർ എത്തിക്കണം കേട്ടോ. മേലാറ്റൂർ എത്തിക്കണം. ഇപ്പോൾ നമ്മളെ 3 കൂടെ ജംഗ്ഷൻ്റെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങാനും പിന്നെ അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് ഇവിടെ. പിന്നെ നമ്മൾ ഇനി അടുത്ത് പോകണം. നമ്മൾ എളാമാലിട്ട് വീട്ടിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്ത് പോകും. സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എളാമാലിട്ട് വീട്ടിലെത്തിട്ടോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചാൽ അവിടെ എത്തും. ഇവിടുന്ന് നോക്കിയാലേ കാണും. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇതിൻ്റെ അമ്മോൻ്റെ വീടാട്ടോ. അമ്മോന് എളാമാൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നേരെ സ്ഥലത്തിൻ്റെ അടുക്ക് പോകും. ഓക്കെ, അപ്പോൾ മുത്തുമണികളെ ഇതാക്കണം. ഇക്കാനായിട്ട് കുറേ ദിവസമൊക്കെ വർത്താനം പറയും. നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു അപ്പോൾ ഗൈസ് ഞങ്ങൾ നമ്മളെ സ്ഥലത്തിൻ്റെ അങ്ങോട്ട് പോവാട്ടോ. ഓക്കെ, നമ്മൾ അങ്ങനെ മേലാറ്റൂരെത്തി. ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങോട്ട് വരുന്നത്. ഇക്ക് റയ്യാൻ റിസൊക്കെ മുന്നിൽ പോയിക്കണം. ഉപ്പ മുന്നിലുണ്ട്. ഉമ്മ എൻ്റെ ബാക്കിലുണ്ട്. ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇക്കതാ പോണോ. ഇക്കയും എൻ്റെ ഉപ്പ കേട്ടോ. പിന്നെ റയ്യാൻ റിസ പിന്നെ അതിൻ്റെ അമ്മോൻ്റെ മോളാട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കാണാൻ എൻ്റെ അമ്മോൻ്റെ സ്ഥലം കേട്ടോ. ഓരവിടെ സ്ഥലം മേടിച്ചത്. നമ്മൾ ഈ ഒരു കയറ്റൊക്കെ നേരെ ഇടത് ഭാഗത്തോട്ട് പോയാലാണ് നമ്മളെ സ്ഥലം. ഗൈസ് ഞാൻ അവിടെ അമ്മ വരുന്നുണ്ട്. അങ്ങനെ കാണിച്ചു തരില്ല കേട്ടോ. അവിടെ അങ്ങോട്ടൊരു കയറ്റാണ്. ആ ഒരു കയറ്റുന്ന കയറി വന്നപ്പോഴത്തേന് ഞാൻ ആകെ കഴിഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇക്കയും എൻ്റെ ഉപ്പയും റയ്യാനും ഇതൊക്കെ അവിടെ എത്തിയുള്ളൂ. ഇനി അതുവരെ നടക്കണം.
ഇതാണ് ആ ആ നമ്മളിവിടെ ഇത് മെയിൻ റോഡാട്ടോ നമ്മളെ സ്ഥലത്ത് നേരെ മുന്നിക്കെത്തും. ഇതുണ്ടോ ഹൈക്കൂടി വരാട്ടോ, നേരെ ഇങ്ങനെ ഇതിൽ വരാം. അപ്പോൾ അല്ല ശ്വാസം കിട്ടില്ല സംസാരിക്കാൻ. പിന്നെ ഇവിടെ മൊത്തം ഡബ്ബറും കാടാട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം നല്ല വെയിലായിരുന്നു, വെയിലല്ല ചൂടായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളെ സ്ഥലത്തിന് നേരെ പുറത്ത് കണ്ട ഒരു വീടുണ്ടല്ലേ, അത് നമ്മളെ അയൽവാസികളായിട്ട് വരും കേട്ടോ. അവരൊക്കെ വീട് മാഷാ അല്ലാഹ് കൂടിയിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും ആയിട്ടില്ല ഇൻഷാ അല്ലാഹ്. അറിയാലോ എപ്പോഴെപ്പോഴും അങ്ങനെ പറയണ്ട, വീടാണ് സ്വപ്നം, അതെങ്ങനെയായാലും എനിക്ക് നിറവേറ്റണം ഇൻഷാ അല്ലാഹ്. പിന്നെ അതൊക്കെ ഗൈസ് പൂക്കൾ മറ്റേ എന്തെങ്കിലും പറയാ, കാട്ടു സൂര്യകാന്തി, ഞാനങ്ങനെ ഇതിന് പേരിട്ടിങ്ങനെ. എന്ത് രസമല്ലേ കാണാൻ, ഒരുപാടുണ്ട്, നിറച്ചുണ്ട്. ഈ തോട് മൊത്തം ഉണ്ട് കണ്ടോ, ഫുള്ളുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ സ്ഥലം കേട്ടോ. ഇത് അയൽവക്കക്കാരാണ്, ഇതാണ് നമ്മളെ സ്ഥലം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞൊക്കെ ഊരി ഞങ്ങൾ മെഷീൻ വെട്ടുന്ന പൊന്തൊക്കെ വെട്ടുന്ന മെഷീനോട് വെട്ടില്ലേ, ആ ഓരോ തിരഞ്ഞു പോവാട്ടോ. ഇവിടെ അവിടെ സൗണ്ട് കേൾക്കണം, അപ്പോൾ ഇവിടെ വരാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോവാനായിട്ട്. അപ്പോൾ ഗൈസ് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് പൊന്ത വെട്ടുന്ന ആളെ ഞങ്ങൾ തപ്പി പിടിച്ച് കൊണ്ടുവന്നു കേട്ടോ. അൽഹംദുലില്ലാഹ്. ആ പോണു കണ്ടോ ഇക്കാരെ കൂടെ. ഞങ്ങൾ ആ സൗണ്ട് ക്യാച്ച് ചെയ്തിട്ടാണ് അയാൾ എവിടെ ഉള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങനെ പോയി കടന്നു. അപ്പോൾ നല്ല മനുഷ്യൻ കേട്ടോ അയാൾ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കേനു, അതിൻ്റെ ഇടയിൽ അതിട്ടിട്ടാണ് വന്നത് കേട്ടോ ഞങ്ങൾ വിളിച്ചപ്പോൾ. അപ്പോൾ ഇനി കയറ്റം കയറണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനത് പറ്റണമെങ്കിൽ ആ വീഡിയോസൊക്കെ അതിൽ ഉൾപ്പെടുത്തട്ടോ. ഒരു പൊന്ത അതിന് മാത്രമൊന്നുമില്ല, നിങ്ങൾ കണ്ടില്ലേ, ചെറുതായിട്ട് പുല്ലും ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് ഇതാക്കാൻ. ഓക്കെ, അപ്പോൾ ഞാനിനി ഈ കയറ്റം കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരല്ല അത് വീഡിയോസൊക്കെ. ഇവിടെ കൊണ്ടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു മരം കണ്ടില്ലേ, ഇത് ആഫ്രിക്കൻ ഞാവൽ കേട്ടോ. ഷുഗർ അതിനൊക്കെ പറ്റിയ നല്ല മരുന്നാട്ടോ, കയ്യിൽ കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളെ സ്ഥലത്തിൻ്റെ നേരെ അയൽവാസിൻ്റെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥലത്ത് തന്നെ ഒരു തേക്കുണ്ട് കേട്ടോ. ആ തേക്കിൻ്റെ അവിടെ തന്നെ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു മൂന്നാലിനല്ല 5 എണ്ണമൊക്കെ കിട്ടി കേട്ടോ. നല്ല മധുരമുണ്ട്. ഇതിൽ പഞ്ചസാര ചേർത്ത് കഴിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ ഇതാട്ടോ നല്ല പഴുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ സാധാരണ ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടിയാൽ പഞ്ചസാര അതിലിട്ടിട്ട് സ്പൂണോട് കോരി കഴിക്കും. പക്ഷേ ഇത് നല്ല മധുരമുണ്ട്, പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 4-5 എണ്ണം കിട്ടി. ഞങ്ങളെല്ലാവരും പാട് ഷെയർ ഇട്ട് കഴിച്ചു കേട്ടോ. അതുകൊണ്ടോ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള അയൽവാസികളൊക്കെ എടുക്കലുണ്ട് കേട്ടോ, കാരണം അത് ഓരെന്നെ അവിടെ കുഴിച്ചിട്ടാൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തേക്കുമ്പോൾ കൂടെ അങ്ങനെ കയറി വള്ളി പിടിച്ച് വന്ന് അങ്ങനെ ഉണ്ടായതായിരിക്കും. അപ്പോൾ മുത്തുമണികളെ, ഇവിടുത്തെ കുറച്ച് പൊന്തവട്ടൽ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇനി പെളാമാലിട്ട് എടുക്ക് പോവാണ്. കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഇവിടെ നോക്കുന്ന ഒരു അതിര് കണ്ണ്, ഇവിടെ ഒരു കല്ലുണ്ടല്ലേ, ആ കല്ല് മുതൽ നിന്ന് ആ കല്ല് വരെ, പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു എൽ ഷേപ്പിലാട്ടോ നമ്മളെ സ്ഥലം ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നമുക്ക് എത്രയും പെട്ടെന്ന് വലിയ വീടൊന്നും വേണ്ട, ചെറിയൊരു വീട് എങ്ങനെയും തട്ടിക്കൂട്ടി ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും സൗദിക്ക് തന്നെ തിരിച്ച് പോയിട്ട് ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടൊരു വീട് വെക്കണം. എൻ്റെ ഒരു ആഗ്രഹമാണത്. ആഗ്രഹം ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും, എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ ഞാൻ നിറവേറ്റും, ഉറപ്പാണ്. അതിന് എനിക്ക് നല്ലൊരു ജോലി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് അൽഹംദുലില്ലാഹ് ഒരു കടങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയൊരു കുഞ്ഞു ഭവനം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. ഇനി ഞങ്ങൾ നേരെ എളാമാൻ്റെ വീട്ടിൽ പോകണം. അവിടുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവും, ബസ്സിനാട്ടോ പോവുക. അപ്പോൾ ഓക്കെ, ഇതാട്ടോ നമ്മൾ മേടിച്ച ഡ്രസ്സ് കുട്ടിക്ക്. ഇതാട്ടോ ഇതൊരു ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ കൂടെ ഇതാട്ടോ
ഇതിൻ്റെ കൂടെ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ, നല്ല പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഇങ്ങനെ ഒരു സ്കേർട്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ സ്കേർട്ട്. പിന്നെ ഒരു പാൻറ്റീസ് ഇടും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇഷ്ടപ്പെട്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യാം കേട്ടോ കുട്ടീൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടോ അവിടെ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. നാട്ടിലേക്ക് വിളിച്ച് നമ്മളവിടേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. പിന്നെ മഴ ചോദിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ. അവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ മൂന്നും കൂടെ ജംഗ്ഷൻ്റെ അവിടെ പോയി നിന്നാൽ ബസ് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ